ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. قال رسول الله صلى الله عليه وسلم خياركم لنسائهم شفيعنا رسول الله. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. സുബൈകട്ട റിഫായി ജുമാ മസ്ജിദിന്റെ അങ്കണത്തിൽ 5 ദിവസത്തെ മതപ്രഭാഷണം, ഖുതുബിയ്യത്തിൻ്റെ വാർഷികവും മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് ദഫ്റാത്തീവും മറ്റുള്ള നന്മകൾക്കെല്ലാം സാക്ഷിയാകുന്ന മജ്ലിസ്. ഇവിടെ ദുആ കൊണ്ട് അനുഗ്രഹിച്ച അഭിനന്ദനായ അൽഹാജി അബ്ദുൽ ഹമീദ് മദനി സ്ഥലം മുദരിസ് ഉസ്താദ് അവരുകൾ, അതുപോലെ യൂസുഫ് സഖാഫി ഉസ്താദ്, യൂസുഫ് മുസ്ലിയാർ, സിദ്ദീഖ് സഖാഫി ഉസ്താദ്, ഷഫീഖ് സാദി ഉസ്താദ് അവരുകൾ, പ്രിയ സുഹൃത്ത് അബ്ദുസലീം ലത്തീഫി ഉസ്താദ് അവരുകൾ, ജമാഅത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് BK അബ്ദുൽ ഖാദർ ഹാജി അവരുകൾ, സ്വാഗതം പറഞ്ഞ അബ്ദുൽ ലത്തീഫ് BA ജമാഅത്തിൻ്റെ സെക്രട്ടറി, മറ്റുള്ള വൈസ് പ്രസിഡന്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഖജാൻജി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, നല്ലവരായ നാട്ടുകാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മബെങ്ങന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, പരിസരത്ത് നിന്നിവിടെ വന്നെത്തിയവർ, അല്ലാഹു തആല ഈ ബറക്കത്താക്കപ്പെട്ട മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെയും കാര്യങ്ങളെ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ ഒത്തുകൂടൽ നാളെ സുഖലോക സ്വർഗത്തൊത്തുകൂടാൻ ഒരു കാരണമായി റബ്ബ് തആല കബൂൽ ചെയ്യട്ടെ. മനോഹരമായ വളരെ കൺകുളിർമയാകുന്ന രൂപത്തിലുള്ള പള്ളി, കമ്പൗണ്ടുകളും പരിസരം നല്ല വൃത്തിയോടെയും ഒക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷകരമായി. അള്ളാഹു ഈ നാട്ടിലും ഈ ജമാഅത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. മുതഅല്ലിമീങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവർ നക്ഷത്രതുല്യരാണ്, വളരെ ബറക്കത്തുള്ളവരാണ്. അള്ളാഹു അവരുടെ ഇൽമിലും അമലിലും ഉന്നതങ്ങളിൽ അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, സഹായിക്കുന്നവർക്കെല്ലാം അള്ളാഹു ഖൈർ നൽകട്ടെ. തലയൊക്കെ മറച്ചിരിക്കുന്ന ജനങ്ങളെയൊക്കെ കാണുമ്പോൾ, കൂടുതലും തലമറച്ച് നിൽക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അല്ലാഹു തആല
ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൻ്റെ ദീനി ചൈതന്യം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. മുമ്പിൽ കുറച്ച് കസാര, ബാക്കിയുള്ളത് ആരെങ്കിലും വന്നിരിക്കുക, അല്ലെങ്കിൽ സംഘാടകർ ആ കസാര എടുത്ത് മാറ്റാം. മുമ്പിൽ ആ കസാര ഇടയിടയിൽ കുറേ കസാര ഉണ്ട്, ആ ബാക്കിലിരിക്കുന്ന ആളുകളെ അൽഹംദുലില്ലാ ആ ഉള്ള കസേരയിലേക്ക് കയറിയിരിക്കാം. മനസ്സിലായിട്ടില്ല? ഇടേത് ഭാഷ ഇതന്നല്ലേ? സ്വാഗതം പറയുമ്പോൾ നല്ല സ്ഫുടതയും നല്ല മലയാളം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എടുത്തോണ്ട് മുന്നോട്ട് പറഞ്ഞില്ല, ഉള്ളെടുത്തിരുന്നെങ്കിലും മതി. അങ്ങനെ അങ്ങനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലേ? ആളുകളോട് സംസാരിക്കുമ്പോൾ അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കണം എന്നുള്ളതാണ് തത്വം അല്ലേ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഇതാണ് നബി തങ്ങൾ അങ്ങനെ സംസാരിച്ചതായിട്ട് ഹദീസിലുണ്ട്. മീമ് കൂട്ടിയിട്ട് സംസാരിച്ച ആളോട് മറുപടിയായിട്ട് മീമ് ചേർത്ത് കൊണ്ടിട്ട് മറുപടി പറഞ്ഞതായിട്ട് നബിൻ്റെ കിതാബിലൊക്കെ ഉദാഹരണം പറയുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവനവൻ്റെ ഭാഷയിൽ പറയുക എന്നുള്ളതാണ്. ഇനിയിപ്പം ഈ ക്ലിപ്പ് ചെയ്യുന്ന കാലത്ത് ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പറഞ്ഞത് ക്ലിപ്പാക്കിയിട്ടന് കോഴിക്കോട്ടുകാരൻ കേട്ടാൽ ഓർ വിചാരിക്കും ഇയാളെന്തത് മലയാളം പറയുന്നല്ല, എന്തെങ്കിലും വേറെ കണ എന്ന് പറയുന്നെല്ലാം പറയാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും ഓരോ പ്രദേശത്തും അവരവരുടെ ഭാഷക്ക് അല്ലേ, ഭാഷക്ക് ഒന്നിനേക്കാൾ ഒന്നിന് സ്ഥാനമില്ല. അറബി അല്ലാത്ത അറബി ഖുർആനിൻ്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. അറബിക്കൊരു മഹത്വമുണ്ട്. അല്ലാത്ത നമ്മുടെ കാസർഗോഡൻ മലയാളമാണെങ്കിലും, അത് കൊല്ലത്തെ ഒറിജിനൽ മലയാളമാണെങ്കിലും, കോഴിക്കോട്ടുകാരുതാണെങ്കിലും, ഇനി മംഗലാപുരത്തുകാർ പറയുന്നതാണെങ്കിലും, ദ്വീപുകാർ പറയുന്ന ഏറ്റക്കുറച്ചിലുള്ളതൊക്കെ ആണെങ്കിൽ പോലും എല്ലാത്തിനും സ്ഥാനം ഒന്ന് തന്നെയാണ്. നമ്മൾ ആരെയും ഭാഷനെ കളിയാക്കാൻ പാടുള്ളതല്ല. അവനവൻ്റെ ഭാഷ, അവനവൻ്റെ നാട്, അവനവൻ്റെ കുടുംബം, അവനവൻ്റെ സൗന്ദര്യം, അവനവൻ്റെ വാഹനം, അവനവൻ്റെ വീട് അവന് വലുതാണ്. അങ്ങനെ കാണാൻ കഴിയണം. അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം ബന്ദിയോട് പരിസരത്തൊക്കെ ഉണ്ടാകുമ്പം തന്നെ ഈ സുബൈക്കട്ടയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എല്ലാം അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. നമ്മുടെ നാടിനോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഭാഷ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ഞാൻ കൊയിലാണ്ടി, വടകര, മലപ്പുറം, കോഴിക്കോടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ പലതുമുണ്ട്. അവരുടെ നാട്ടിൽ പോയാൽ നമ്മുടെ നാട്ടിലെ ഈ വിഷയങ്ങളാ, നമ്മളെ ലാട്ടുപോട്ട് വിഷയങ്ങളൊന്നും ആടെ പറയലില്ല. നമ്മളെ നാട്ടിൽ നല്ല കടുകടുപ്പുള്ള സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകളെ കൊണ്ട് അമ്മാനമാടിയിട്ട് വലിയ കാര്യം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ചെറിയ രൂപത്തിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാമെന്ന്. അങ്ങനല്ലേ അല്ലേ? അങ്ങനല്ലേ നല്ലത്? കമ്മിറ്റിക്കാരൻ പറയുന്നു അതല്ലേ വേണ്ടി? അല്ല, സാഹിത്യത്തിൽ പറയണ കേട്ട് നമ്മളെ വിളിച്ച സെക്രട്ടറികളെ എടുത്തു ഇല്ലേ അല്ലേ? സാഹിത്യത്തിൽ പറയണ നോർമൽ മതിയാ? നോർമലാ? അല്ലേ? ഇപ്പൊ വിളിച്ചാളിന് വേറെന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇമ്പമുള്ള കുടുംബം എന്നുള്ളതാണ്. അവിടെ ഉസ്താദന്മാരുണ്ട്, അവരെ ഇരുത്തിയിട്ട് അവരുമായി യോജിക്കുന്ന വിഷയങ്ങൾ, ഇബാറത്തുകൾ, അങ്ങനെ ആ ശൈലി അല്ല ഉദ്ദേശിക്കുന്നത്. സർവ്വസാമാന്യരായ ജനങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം മാത്രമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ബറക്കത്ത്, റഹ്മത്തും സലാമത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല ആദ്യം പടച്ച മനുഷ്യനാണ്. അബുന അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യം അല്ലാഹു റൂഹ് പടച്ചത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ്. ആദ്യമായിട്ട് അല്ലാഹു ശരീരം പടച്ചിട്ടുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അവരാണ് നമ്മുടെ എല്ലാവരുടെയും പിതാവ്, അബുന അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ നിന്ന് അല്ലാഹു തആല ഹവ്വ ഉമ്മാനെ അവിടേക്കൊരു കൂട്ടാളിയായിട്ട്, ഭാര്യയായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തു. കുടുംബജീവിതത്തിലേക്കുള്ള തുടക്കം ഒരാണിലൂടെ, ഒരു പെണ്ണിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വഖലഖനാകും അസ്വാജ. എല്ലാം അങ്ങനെയാണ്. ഭൂമി, ആകാശം, ഭൂമിയും ആകാശം, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ ഓരോന്നിലും ആണുണ്ട്, പെണ്ണുണ്ട്. ജീവജാലങ്ങളിൽ അങ്ങനെയുണ്ട്, മരങ്ങളിൽ അങ്ങനെയുണ്ട്.
മരത്തിൽ പോലും ആണ് പെണ്ണുണ്ട് അല്ലേ? ഇപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പം പറയും ആണ് ക്യാൻസർ ആണെങ്കിൽ പെട്ടെന്ന് സുഖപ്പെടും, പെണ്ണ് ക്യാൻസർ ആണെങ്കിൽ പിന്നെയും പിന്നെയും അത് മുളച്ചുകൊണ്ടിരിക്കും, അല്ലെ? ഡേഞ്ചറാണ്. അപ്പൊ എല്ലാത്തിലും ആണുണ്ട്. വഖലഖ്നാകും അസ്വാജാ, അല്ലാഹു അങ്ങനെ ഇണകളാക്കിയിട്ടാണ് പടച്ചിട്ടുള്ളത്. ആണും പെണ്ണും എന്നുള്ളത് വേർതിരിവ്. ആണ് ഉടമയും പെണ്ണ് അടിമയും അല്ല. ഇസ്ലാമിക സംസ്കാരം അങ്ങനെയല്ല. ആണ് ഉടമയും പെണ്ണ് അടിമയുമല്ല. ആണും പെണ്ണും ഒരുപോലെയുമല്ല. റിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. സമത്വം വാദിച്ചുകൊണ്ട് വരേണ്ടതില്ല. ആണും പെണ്ണും ബ്രെയിനിലുള്ള സെല്ലുകളിൽ പോലും ആയിരക്കണക്കിന് സെല്ലുകൾ കുറവാണ് പെണ്ണിന്, ആണിന് കൂടുതലാണ്. ഹോർമോൺ വ്യത്യാസങ്ങളുണ്ട്. ഏതിലും ആണും പെണ്ണും ഒരുപോലെയല്ല. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. രണ്ടും അല്ലാത്തത് ഖുൻസയാണ്. ആണ് പെണ്ണാകാൻ കൊതിക്കുന്ന കാലം, പെണ്ണ് ആണാകാൻ കൊതിക്കുന്ന കാലം, അല്ലേ? ലിംഗമാറ്റത്തിന്റെ കാലം. ഞാൻ ആണായിരുന്നെങ്കിൽ ഒന്ന് രാത്രി റൈഡടിച്ച് പോയിട്ട് ആസ്വദിക്കുമായിരുന്നുവെന്ന് ആഗ്രഹം പറയുന്ന കാലം, അല്ലേ? പെണ്ണായാൽ എന്ന് കൊതിക്കുന്ന കാലം. എനിക്ക് ആണുങ്ങളെ ഇഷ്ടല്ല, എനിക്ക് ആണിൻ്റെ കൂടെ ഒരു ദാമ്പത്യ ജീവിതം വേണ്ട, എനിക്ക് പെണ്ണിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്ന കാലം വന്നാൽ ഇതൊക്കെ സഫർജിജാലു ബിദ്ദിജാൽ വന്നിസാഉ ബിന്നിസാ. ആണ് ആണിനെ കൊണ്ട്, പെണ്ണ് പെണ്ണിനെ കൊണ്ട്. അങ്ങനെയാണ് അല്ലേ നമ്മൾ കേൾക്കുന്നത്. പെണ്ണ് പെണ്ണിന്റെ കൂടെ പോവുക, ആണ് ആണിന്റെ കൂടെ പോവുക. ഈ നീചമായ സംസ്കാരം എപ്പോൾ ഇവിടെ വ്യാപകമാകുന്നുവോ അന്ന് ഖിയാമത്ത് നാൾ അടുത്തുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ സദസ്സിലേക്ക് ബുദ്ധിമുട്ടുണ്ടാ? സൗണ്ട് കൊണ്ട് ഇല്ല. ഇവിടെ കുറച്ചേറണ്ട, ഇങ്ങോട്ട് കുറക്കണ്ട, ആടെ നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്തോളി. അതുകൊണ്ട് ആണും പെണ്ണും ഒരുപോലെയല്ല, ഒരിക്കലുമല്ല. ആണ് പെണ്ണിനെ ആക്ഷേപിക്കേണ്ടതുമല്ല. ആളുകൾക്കെല്ലാം പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോൾ ആണുങ്ങ ചൊല്ലുന്ന വിഷയം തെട്ടങ്ങ് ചെല്ലി ഉസ്താദെ നല്ലോണം ചെല്ലി, ഞങ്ങ എന്ത് ചെല്ലിയെങ്കിലും കേൾക്കുന്നില്ല, നിങ്ങ എങ്ങും ചൊല്ലിയിട്ട് ശരിയാന്നാ നോക്കാം, എന്ത് ചൊല്ലിയിട്ട് പ്രയോജനമില്ല, അല്ലേ? ഇസ്മിൻ്റെ ആളടുത്തേക്കെല്ലാം പോയെങ്കിൽ ഇസ്മിൻ്റെ ഉസ്താദ് കണക്കെല്ലാം കൂട്ടിയിട്ട് കേൾക്കുന്നേ. നിങ്ങളെ യജമാനത്തി കുറച്ച് ജോറല്ലേ? ആ രജമാനത്തി പോയ ആചാരജമാനത്തി, ഉസ്താദിന്റെ യജമാനത്തി ജോറായിട്ട് അയിമ പായിച്ചിട്ട് ഇയാൾ റൂമാക്കിയിട്ടുള്ള ഇസ്മായിക്കൊണ്ട് വേറെ നാട്ടിൽ പോയിട്ട് പ്രകള വേണ്ട, അല്ലേ? എല്ലാവരുടെ പേരേലും ഇങ്ങനെ ഉസ്താദായെങ്കും തങ്ങായെങ്കും ആചാരായെങ്കും വക്കീലായെങ്കും ജഡ്ജായെങ്കിലും യജമാനത്തി കുറച്ച് ജോറ് തന്നെ. എല്ലാവരും യജമാനത്തി നല്ലേക്ക് വേണ്ടാന്നല്ല, അങ്ങനെ 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 ജോറാവേണ്ടതല്ല, പാടുള്ളതുമല്ല, നല്ലതുമല്ല. ആണിനോട് അല്ലേ അങ്ങനെ ആണും പെണ്ണും കല്യാണത്തിലേക്ക് ഇന്നലെ ഉസ്താദ് സൂചിപ്പിച്ചു കാണും. അനാചാരമുക്തമായ കല്യാണത്തിലൂടെ ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ. ദുനിയാവിന്റെ ചരക്കിൽ ഏറ്റവും നല്ല ചരക്ക് സ്വാലിഹത്തായ പെണ്ണ്. നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കൊണ്ടൊരാൾ വിജയിക്കലാണ്. സ്വാലിഹായ പെണ്ണാകണം. ഇനി ഇപ്പന് വയതെല്ലാം കേട്ടിട്ട് ഇനിയിപ്പോ ഒരു സ്വാലിയാക്കാൻ ഉള്ളേനെന്നെ ഫൈൻറ്റ് കൊടുത്തിട്ട് സ്വാലിയാന്നാക്കാന്നല്ലാതെ വേറെ സ്വാലിനെ തേടിയിട്ട് പോണ്ട, അല്ലേ? ഉസ്താദല്ല ചെല്ലി ആ സ്വാലിയത്തായ പെണ്ണ് അത് കിട്ടിയിട്ടേ ഇല്ല. അതാർക്കും കിട്ടിയിട്ടില്ല, അത് ഇല്ലയില്ല നാട്ടിലിപ്പോ. അങ്ങനെ വിചാരിച്ചോണ്ടെങ്കിൽ കുറച്ച് സമാധാനം, അല്ലേ? എൻ്റെ അടുക്ക ഒരാൾ പറഞ്ഞ് കച്ചവടം ഇല്ല എന്നുള്ള ബേജാറുണ്ടായി. 5 മണിക്ക് അപ്പുറത്തോൻ ചൊല്ലി ബോണി തന്നെ ആയിട്ടില്ലാന്ന്. അപ്പൊ അവന് മനസ്സിലൊരു സമാധാനം. എങ്ങനെ നമുക്ക് ബോണി ആയിനല്ല കച്ചവടം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ. എൻ്റെ അടുക്ക ഒരാൾ പറഞ്ഞ് മംഗലം കഴിച്ചിട്ട് ആകെ ബേജാറിലുണ്ടായി.
നമ്മളൊരു കസീന് വലിയ പൈസക്കാരന് ഓന് മംഗലം കഴിച്ചിട്ട് അമ്മ നമുക്ക് ഈ ബേജാറെല്ലാം പോയി. അപ്പൊ ചോദിച്ചു എന്തേന്ന്? ഓനായിട്ട് എൻ്റെ ഓള് മോശമില്ല, കാഴ്ചക്ക് പാങ്ങുണ്ട്, മറ്റുണ്ട്, സ്വഭാവം എല്ലാം ഉണ്ട്. ഓൻ്റെ ഇവിടെ എത്ര പൈസ ഉണ്ട്, ഓള് തുള്ളുന്ന തുള്ളലും ഓൻ്റെ ആ മാതിരി പേടിച്ചിട്ട് ജീവിക്കുന്ന അങ്ങനെ എന്തില്ലല്ലേ സമാധാനം. അങ്ങനെ നോക്കാം, തായോട്ട് നോക്കുക. മറ്റുള്ളവന്റെ ഭാര്യാനെ നോക്കണമെന്നല്ല, മറ്റുള്ളവന്റെ ഇടങ്ങേറുകളെ കൊണ്ട് നമ്മുടെ നിയമത്തുകൾ സന്തോഷവാനാക്കാൻ അങ്ങനെ ഉപയോഗിക്കാന്നല്ലാതെ നാട്ടിലുള്ളവരെല്ലാരെയും ഇപ്പൊ അങ്ങനെയാണ്. കസീനായെങ്കിൽ ആണായെങ്കും ആവും, പെണ്ണായെങ്കും ആവും, ഒട്രാസി കസീന്, എല്ലാം കസീന്. തൊട്ടതും പിടിച്ചതും കണ്ടതും കാണാത്തതും നാട്ടുകാരും എങ്ങനെങ്കിലും സംബന്ധമാക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പാക്കിയിട്ട് അതിൽ മെമ്പറാക്കിയിട്ട് അതിൻ്റെ പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് പിന്നെ എല്ലാം ഒന്നായി ഭയങ്കര കുടുംബത്തിൻ്റെ പിരിസുള്ള കാലഘട്ടമാണിപ്പോ അല്ലേ. കൂട്ടായ്മ, എന്തെല്ലാം കൂട്ടായ്മ, ബഡ്വം കുഞ്ഞ് കൂട്ടായ്മ അല്ലേ, ഉപ്പ അജ്ജൊപ്പാപ്പ കൂട്ടായ്മ, ഇങ്ങനെ പല 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 കൂട്ടായ്മകളൊക്കെ ആക്കിയിട്ട് ആണും പെണ്ണും കലർന്നിട്ട് പരസ്പരം തമാശകളാക്കി ആ രൂപത്തിലുള്ളതല്ല കുടുംബം. വലിയ അള്ളാഹുവിന്റെ വക്കൽ വലിയ സ്വീകാര്യതയുള്ള ബഹുമാനമുള്ളതാണ് ഈ കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തെ കുടുംബമായി കാണാൻ കഴിയണം, ഭാര്യയെ ഭാര്യയായി കാണാൻ കഴിയണം, മക്കളെ മക്കളായി കാണാൻ കഴിയണം. ഓരോരുത്തരെയും അവരവരുടെ അൻസിലിന്നാസ മനാസിലഹും അല്ലെ, അവരവർക്ക് കൊടുക്കേണ്ടത് മുഴുവനും കൊടുക്കാൻ കഴിയണം. ഭാര്യയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ സ്വാലിഹത്തല്ലെങ്കിൽ അവളെ സ്വാലിഹത്താക്കാൻ അവൾക്ക് ഏത് വഴികളാ സ്വീകരിക്കേണ്ടത്, ആ വഴികളിലൂടെ നമ്മൾ ജീവിച്ചു പോകണം അല്ലേ. തയ്ക്കുന്നില്ല പോന്നില്ലെങ്കിൽ പോയല്ലേ തയ്ക്കുന്നതെന്ന് പറയുന്ന ശൈലി ഇപ്പൊ അങ്ങനല്ലേ. 99.4% അങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു വലിയ കാര്യമായ ഒരാൾ ചെന്നല്ല മംഗലം കഴിച്ചതിൽ ജയിച്ചിനേന്ന് ചെല്ലിട്ട് ആരും ഇല്ലാന്ന്. അയാളും വലിയ കാര്യമായ ആൾ തന്നെ. അയാളെ മെല്ലെ ചോദിച്ചു നോക്കുമ്പോ വേറെ ആളോട് ചോദിച്ചു നോക്കുമ്പോ പറയുന്നു അയിമ ഗീട്ടിട്ടിട്ട് അവിടെ നിപ്പിക്കുന്നു. അപ്പറഞ്ഞില്ലേന്ന്. ആര് വലിയ കാര്യമായ വലിയ മഹാനാണ്. അയാൾ ചെന്ന മംഗലായിട്ട് ആരും ജയിച്ചിന് ചെല്ലാനില്ലാന്ന്. കാരണം അയാളിടങ്ങേറെ അയാൾക്കറിയോ അത്ര, അതിനെ പുറത്ത് ചെല്ലാൻ പറ്റുക അല്ലേ, തങ്ങൾക്ക് അപ്പുറം പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായി പോകാൻ പാടില്ല. നമ്മൾ വിജയിക്കാൻ നോക്കേണ്ടത് സമ്പത്തല്ല, മറ്റ് സൗന്ദര്യമല്ല. ഇന്ന് സൗന്ദര്യമാണ് പ്രശ്നം, സൗന്ദര്യമാണ് വിഷയം. ഉപ്പില്ലെങ്കിലാവും, ആങ്ങളില്ലെങ്കിലാവും, പുരയില്ലെങ്കിലാവും, എന്തില്ലെങ്കിലും ആവും. കാണുമ്പോ ഒരു മൊഞ്ചത്തിയാണോ നിന്റെ ഭാര്യയാന്ന് പറയണം, അങ്ങനെ പറയാൻ പറ്റണം. ആളുകളെല്ലാം നോക്കിയിട്ട് ഹാവ് എന്ന് പറയണം, അല്ലെങ്കിൽ വാവ് എന്ന് പറയണം അല്ലെ, അല്ലെങ്കിൽ അല്ലെ, അങ്ങനത്തെ എല്ലാം അങ്ങനെ പറയണം. അങ്ങനെ പറയിപ്പിക്കുമാറ് വിധത്തിലുള്ള ഒരു സാധനം കിട്ടിയാൽ മതി. അത് കേടെ എങ്ങനെ എന്തൊന്നുമില്ല. എൻ്റെ ഇടയ്ക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ ഒരു ചന്തത്തിൻ്റെ പെണ്ണിനെ കണ്ടിട്ട് ഉപ്പാനെ നമ്പർ താ മോളെ നേരിട്ട് മേങ്ങിയിട്ട് ഓളെ മംഗലം കഴിച്ചു. മംഗലം കഴിച്ചു നോക്കുമ്പോൾ വിഷയം നിന്റെ കക്കൂസിലേക്ക് പോയെങ്കിൽ വരുന്നേ ഇല്ല, സർവത്താലും വരുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഓക്കെ അതിൻ്റെ ഉള്ളിൽ പോയെങ്കിൽ വരാൻ മനസ്സാകുന്നില്ല. അല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോയെങ്കിൽ കക്കൂസിൻ്റെ ഉള്ളിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയെങ്കിൽ പുറത്ത് വരാൻ മനസ്സില്ല. ലാസ്റ്റ് എന്തെല്ലാം ആക്കിയിട്ട് ബാതെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് പുറത്തേക്ക് ഓടുന്നു. ഓൾ ചൊല്ലി യാറമുണ്ണയും കൗത്ത് പിടിച്ചിട്ട് ഞെക്കിയിട്ട് കൊല്ലുവാൻ. അപ്പോൾ ഓളോടെല്ലാം കേട്ടിട്ട് ഇൻകൊരെല്ലാം ആക്കുമ്പോൾ ചൊല്ലി ഞങ്ങൾക്ക് നാൾക്ക് 2 മാത്രമേ ഉണ്ട്, അത് കുടിച്ചിട്ടില്ല ഇങ്ങനെ ഏത് മാത്രേ. അപ്പൊ നിങ്ങൾ എന്താ മുന്നേ ചെല്ലാത്തേന്നട്ടല്ല, മുന്നേ എന്താ ചെല്ലിയിട്ടില്ല എന്ന് പൊതുമുണ്ടുമ്പോ പിന്നെ നിങ്ങൾ നീ ആശുപത്രിയിൽ കണ്ടല്ലോ നമ്പർ കേട്ടിട്ട് നിങ്ങൾക്ക് മുന്നേ അറിയണ്ടേ അല്ലേ. ആശുപത്രിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അന്തജാക്കല്ല, എന്തോ ഉസാറില്ലായിട്ട് പിന്നെ നിങ്ങൾ എന്താ മുന്നേ അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് തൊലാക്കായി ഏതുമായിട്ട് ഇപ്പൊ അങ്ങനെ ചന്ത കണ്ടെങ്കിലായി. എന്തു വേറെ അങ്ങനത്തെ ദീന് അതൊന്നും വിഷയമല്ല. കാണാൻ നല്ല മൊഞ്ചത്തിയാകണം, അതൊന്നും വേണ്ട. നല്ല ദീനുള്ളൊരു നല്ലൊരു സ്വാലിഹത്തായൊരു പെണ്ണിനെ ഇണയായി കിട്ടുന്നത് കൊണ്ട് വിജയിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും റബ്ബനാ ഫുർഖാൻ സൂറത്തിൽ 74-ാമത്തെ ആയത്ത് നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ലേ ഭാര്യയെ കൊണ്ട് കൺകുളിർമയാകണം, ഭർത്താവിനെ കൊണ്ട് സന്തോഷമാകണം,
മക്കളെ കൊണ്ട് സന്തോഷമാകണം. അങ്ങനെയല്ലേ ദുആ ചെയ്യേണ്ടത്? അങ്ങനെ ദുആ ചെയ്യണം, മുറിയാതെ ദുആ ചെയ്യണം. മുറിയാതെ ദുആ ചെയ്യണം. എങ്ങനെ? ഭാര്യനെ കൊണ്ട് സന്തോഷം താ അല്ലാ, ഭർത്താവിനെ കൊണ്ട് സന്തോഷം താ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. മക്കളെ കൊണ്ടും കൺകുളിർമയാണ്ടേ. എന്താ കൺകുളിർമ? മഹാന്മാര് പറയുന്നു, രാവിലെ തഹജ്ജുദിന്റെ നേരത്ത് ഭാര്യ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാണ്, ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാണ്, മക്കള് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാ. സ്വഭാവ പെരുമാറ്റത്തിലൂടെ ഭാര്യയെ ഇഷ്ടം വെക്കലാണ്, ഭർത്താവിനെ ഇഷ്ടം വെക്കലാണ്. ഇത് മങ്ങലായ പിന്നെ തുടങ്ങുന്നു. എന്നിന്റെ എനിക്കാരോ വെച്ച സാപ്പോ അല്ലെ? ആണും ചെന്നങ്ങനെ പെണ്ണും ചെന്നങ്ങനെ ആരോ വെച്ച സാപ്പോ കൊണ്ടേറ്റ് അപ്പൊ അപ്പുറത്ത് നിന്നെ നിങ്ങക്കല്ല എനിക്കാരെയോ സാപ്പോ, എന്റെ ഉപ്പാക്ക് എന്നെ കൊണ്ടൊരു തോട്ടിലേക്ക് ഇട്ടാൻ ഈ മലാമത്തിന് കൊടുക്കുന്നതിനായിട്ട് അങ്ങനെ ഇങ്ങോട്ട് അതല്ല. അതിനെന്ത് ചൊല്ലിയിട്ട് ഗുണമില്ല. എൻ്റെ ഉപ്പാന്റെ പണ്ടത്തെ ഹട്ടത്തിൽ നിന്റെ ഉപ്പാക്ക് തോട്ടമുണ്ട് നിന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നെ ആ മുസീബത്തിലേക്ക് ഇട്ടല്ല. ഉപ്പാന്റെ കബറിലങ്ങ് ഉപ്പ നേരെ കിടക്കേല, എന്നെ ഈ ഇടങ്ങേറിലാക്കിയിട്ട്. ഉപ്പ എങ്ങനത്തെ അല്ലേ? ഇപ്പൊ പിന്നെ അങ്ങനല്ല, ഡയലോഗല്ല അങ്ങനത്തെ. ഉപ്പ എങ്ങനത്തെ മര്യാദ വേണ്ട ഉപ്പാക്കുന്ന മക്ക കേൾക്കുന്ന അങ്ങനത്തെ സ്റ്റൈൽ. ആ രൂപത്തിലാവരുത്. വർളവിമാ ഖസമല്ലാഹു ലക തകുന്ന ഗനന്നാസ്. ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അല്ലാഹു നിനക്ക് ഖദറാക്കിയിട്ട് അവൻ തന്നവളില്ലേ, അവൻ തന്നവനില്ലേ. അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തകുന്ന ഗനന്നാസ്. നീയാണ് വലിയ രാജാവ്, നീയാണ് വലിയ VIP. റബ്ബ് തആല തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക, അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. മക്കളാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ ഏതുമാവട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയതില്ലേ. ഇതപ്പുറത്തോന്റെ ഭാര്യാനെ നോക്കിയിട്ട് ഇപ്പുറത്തോന്റെ വണ്ടീനെ നോക്കിയിട്ട് അങ്ങനെ പലതും പലതിലൂടെ വരുന്ന ചില വ്യത്യാസങ്ങൾ, ചില സൗന്ദര്യപ്പണക്കങ്ങൾ അതങ്ങനെ മൂർജിച്ചു പോവുകയാണ്. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, ഈ ഭർത്താവാകുന്നവൻ ആരാണ്, ഈ ഭർത്താവിനോടുള്ള കടപ്പാടെന്താണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ നേതൃത്വത്തിലൂടെ വന്നിട്ട് ഹബീബ് തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നീണ്ട ഹദീസ ചുരുക്കി പറയുന്നു, നബിയേ, ആണുങ്ങൾക്ക് പലതുമില്ലേ, യുദ്ധങ്ങളുണ്ട്, ഇമാം ജമാഅത്തുണ്ട്, ഒരുപാട് സോഷ്യൽ വർക്ക് ഉണ്ട്, ഒക്കെയുണ്ട്. പെണ്ണുങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ നബിയേ, പെണ്ണുങ്ങൾക്ക് പ്രതിഫലം വേണ്ടേ നബിയേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെണ്ണുങ്ങളോടായിട്ട് പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പറയപ്പെട്ട പ്രതിഫലമുള്ള നന്മകൾ, സേവനങ്ങൾ, ഇമാം ജമാഅത്ത്, മയ്യത്ത് മറമാടല്, യുദ്ധത്തിന് പോകല്, എല്ലാത്തിൻ്റെയും പ്രതിഫലം വേണോ? നിങ്ങളെ കെട്ടിയ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ ഈ പറഞ്ഞതെല്ലാം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വേണം? കെട്ടിയ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാകണം. അവളാണ് സാലിഹത്തായ പെണ്ണ്. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടാകണം. ഭാര്യയുടെ മുഖം നോക്കിയാൽ സകല വിഷമങ്ങളും മാഞ്ഞു പോകണം. ഇത് ചെറിയ ബേജാറിൽ വരുന്ന പൊരന്റെ ഉള്ളിലേക്ക് എത്തിട്ടാകുമ്പോ അതിനാട്ടി വലിയ ബേജാറ്, മുസീബത്ത്. ഇത്ര വലിയ മുസുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഞാൻ ചെല്ലത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആനയില്ല. ഓന്റെ കയ്യിൽ എന്ത് ചില്ലറ വേണ്ടേ? ഉള്ളത്തര കൊണ്ടുവന്നിന് ചെന്നത് പിന്നെ എന്തെങ്കിലും അല്ല ചെല്ലെങ്കിൽ അല്ലേ, ഓൺലൈനല്ല യൂട്യൂബെല്ലാം നോക്കിയിട്ട് ചെന്ന് അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. പോയി ഗബക ഏടല്ല പോയിട്ട് ഏടല്ല തേടിയിട്ട് കടലാസ് പിടിച്ചോണ്ട് പോന്നെ, ഇതിനെ പിടിച്ചോണ്ട് ഇടിയ പോന്നെ, മെഡിക്കൽക്ക് ഒരുക്ക പോന്നെ, സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുക്ക പോന്നെ. കേട്ടാൽ ഇത് ഏടുന്നറിയാലോ. പെണ്ണുങ്ങായി പരക്കാരത്തി യജമാനത്തി എഴുതിയിട്ട് തന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ കിട്ടല്ല.
ലാസ്റ്റ് മറ്റേ ആയുർവേദിക് ഷാപ്പ് നിർത്തി പൊടി കെട്ടിക്കൊടുത്താൽ ഈനെ കൊണ്ടു അല്ല വെച്ച പോലെ പിന്നെന്താക്കുന്ന അങ്ങനത്തെ സാധനങ്ങളല്ല പുതിയത് യൂട്യൂബ് നോക്കിയിട്ട് ആക്കുന്ന എല്ലാം ആക്കിയിട്ട് അല്ലേ ഒരു കേക്കെല്ലാം ആക്കിയിട്ട് ഒരു ചക്കര കഞ്ഞി പോലെ ആന്ന് ഈനെ തിന്നിട്ട് നല്ല ഇട്ടില്ലെന്ന് ചെല്ലി 800 രൂപ ചെലവായിന് പിന്നെ ചെല്ലാതെ എന്താക്കുന്നത് മുദ്ദായിനങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചെല്ലിട്ട് ഇളക്കുന്ന ലാസ്റ്റ് സമാധാനത്തിന് ചെല്ലിയിലങ്ങ് കയ്യിലിടുന്ന തലക്ക് ടൈങ്ങാന്ന് അതിനോട് പേടിച്ചിട്ട് നല്ല ഇനി അതൊന്നും വേണ്ട നല്ല. പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാത്ത ഭാര്യ എത്ര മജ്‌ലിസിലിരുന്നിട്ടും കാര്യമില്ല, എത്ര വഅദിലിരുന്നിട്ടും കാര്യമില്ല, എത്ര ദിക്റെടുത്തിട്ടും കാര്യമില്ല. ഈ ഭർത്താവ് നിന്നിൽ സന്തോഷവാനാണോ? നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട്, നിന്റെ സേവനം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് അല്ലേ? പെണ്ണുങ്ങൾക്കുള്ള പരാതി ഇതാണ്, സ്നേഹം കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? സ്നേഹം നീ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ധാരാളമായി ഭർത്താവിന് വാരിക്കോരി കൊടുക്ക് സ്നേഹം. ഖദീജ ബീവി ഉമ്മ ആദരവായ മുത്തു റസൂലുള്ളാഹിക്ക് സ്നേഹം ഭാര്യ വിതറിയിട്ടല്ലേ കൊടുത്തത്. അവിടുത്തെ ജോലിക്കാര് പറയുന്നു, ഖദീജ ഉമ്മ അങ്ങ് പോകണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുക്കാലോ. വേലക്കാരിയോട് ഖദീജ ബീവി ഉമ്മ പറഞ്ഞത്, വേണ്ട വേണ്ട, എന്റെ ഭർത്താവാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാലോ. എങ്ങനെ? ഞാൻ കൊണ്ടുപോയി മൈലുകൾ താണ്ടിയിട്ട് ഹബീബ് തങ്ങളിലേക്ക് ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ ആ മനസ്സും ആ ഒരു സ്നേഹവും ആ ഒരു മനസ്സിന്റെ ഉള്ളറകളിലെ ആശ്വാസവും എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ ആയിഷ ഉമ്മയോടടക്കം പറഞ്ഞത്, മാ അബ്ദലലില്ലാഹു ഖൈറൻ മിന്നാ, ഖദീജാനെ കാട്ടിയും നല്ലൊരു ഭാര്യ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് തങ്ങൾക്ക് എത്രയോ ചെറിയ വയസ്സുള്ള സൗന്ദര്യവതികളായ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഖദീജ ഉമ്മയോളം സ്നേഹമുള്ളൊരു ഭാര്യയും ഉണ്ടായിട്ടില്ല. ഖദീജ ഉമ്മാന്റെ പേര് പറയുമ്പോൾ കരയുമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സ്നേഹത്തിന്റെ കടുപ്പം. നമ്മളാ ഒരിക്കൽ വീണിട്ടോടങ്ങ് പോയില്ലെങ്കിൽ അല്ലേ, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞാലേ ഒന്നാ കിടാവും, ഇല്ലെങ്കിൽ കിടാവിന്റെ ഉമ്മ, രണ്ടിലൊരാൾ കിട്ടുന്നു, രണ്ടാളും കിട്ടലാന്ന്. ഓൻ പള്ളിയിൽ വന്നിട്ട് ഉസ്താദോട് ചെന്ന, ഉസ്താദെ 1110 ഇപ്പം നേർച്ച വെക്കുന്നേ, പിന്നെ വേറെയും തരുന്നേ, നിങ്ങൾക്ക് എക്സ്ട്രാ കൈക്കൂലി അത് വേറെയും തരുന്നേ, വാങ്ങലെ ദ്വാരക്ക് ഉസ്താദെ, എന്താങ്കോ കിടാവ് ഒന്ന് സലാമത്തായിട്ട് കിട്ടണോ? ഈ കാണാത്ത കിടാവും സലാമത്തായിട്ട് കിട്ടണം. അതിന്റെ അർത്ഥം നിന്റെ പോട്ടെന്ന് പോയെങ്കിൽ വേറെ നോക്കാന്ന്, വേറെ എന്തല്ല ദുരുദ്ദേശം. ഈടെ ഓള് സീരിയസിലുണ്ട്, ഓൻ വേറെ പൊതുകൊണ്ടിക്കൊണ്ട് ബ്രോക്കർ ഹോസ്പിറ്റൽ കേബന്തിനെ നീ ഇടുക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ബ്രോക്കർ ഇട്ടാലേ ഇവിടെ എന്റെ ഉടാരി ഉണ്ട്, ഇവിടെ എന്റെ തിരിയ അയ്യ യജമാനത്തി എന്ത് തന്നെ ഓളാ മരിച്ചിട്ടില്ലേ? പോ ഇല്ല, ആയിട്ട് നീ സബറാക്ക്, നീ നോക്കിട്ടല്ലേ വെക്ക്, റെഡിയാക്കിയിട്ട് വെക്ക്, ഏതിന്റെ ദുആ കഴിഞ്ഞിട്ട് ആക്കാം. ഓള് പോയിട്ടില്ല. അത്ര അറുപ്പും വെറുപ്പും ആകുന്ന രൂപത്തിൽ അങ്ങനെയല്ല. ചില ആണുങ്ങളൊക്കെ, പഴയകാല ആണുങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും അല്ലേ, മക്കൾ ഉമ്മാന്റെ പേരിൽ സദഖാന്ന് പറയുമ്പോ സദസ്സിന്ന് ഒരാൾ കരയുന്നത് ഞാൻ ചോദിച്ചു, അയാൾക്ക് എന്തേ? അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ഉമ്മ ആ മനുഷ്യന്റെ ഭാര്യയാണ്. ആ ഭാര്യ മരിച്ചതിന് ശേഷം ഇന്ന് വരെ അയാള് ശരിക്കൊന്ന് ചിരിക്കുകയോ മറ്റു പരിപാടിയിലോ ഒന്നും കൂടിയിട്ടില്ല. പെണ്ണുങ്ങളെ പറ്റി അങ്ങനെയെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാനായി എൻ്റെ കിടാക്കായി എന്ന് പറഞ്ഞിട്ട്. ആണുങ്ങ മിഞ്ഞാന്നൊരാൾ പറഞ്ഞത് 40ന്റെ ദുആമ്പോ 40ന്റെ ദുആമ്പോ മങ്ങലായിട്ട് ബിരുന്നെല്ലാം കഴിഞ്ഞിട്ടായി. ഒരുത്തം കേട്ടാലും നിങ്ങൾക്ക് എന്താ പറയുക, ഇത്രയും അർജന്റ് തങ്ങ ചൊല്ലി 40ന്റെ ഉള്ളിൽ ബിയാണോന്ന്, തങ്ങക്ക് വേറ് തങ്ങൾ ചൊല്ലി ഉസ്താദ് ചൊല്ലിയിട്ടല്ല. ചില ആൾ അങ്ങനെയുണ്ട്, തങ്ങക്ക് ദൂരിടുന്ന ഉസ്താദിന് ദൂരിടുന്ന, പിന്നെ ആരൊന്നും ചെല്ലാല, പിന്നെ ഓനെ പറയല, പിന്നെ തങ്ങന്മാരെ പറയും. തങ്ങന്മാർക്ക് എന്താ, ഉസ്താദന്മാർക്ക് എന്താ? ചില ആൾക്ക് അങ്ങനെ പറയാൻ വേഗം കിട്ടുന്ന തങ്ങന്മാർ ഉസ്താദന്മാർ ബണ്ണ കിട്ടുന്നു. പരക്കാരത്തിനെ പറഞ്ഞ മുസ്ലിംസിലെ കിട്ടുന്നു. ഇപ്പൊ പണ്ട പറഞ്ഞ പോലെ എന്തോ ഇപ്പാന്നല്ല. പിന്നെ മക്ക ബെൽത്താങ്കിൽ പിന്നെ ചെല്ലേ വേണ്ട. മക്കല്ല ബെൽതായിട്ട് പണിക്കെല്ലാം പോകാൻ തുടങ്ങിയെങ്കിൽ ഉമ്മ മക്ക ഓറല്ലൊരു പാർട്ടി. ഇയാള് പൊരന്റെ ഉപ്പാപ്പ പൊര കാക്കുന്ന ഒരു ജീവനാദി പോലെ ഒരു അല്ലെ എന്ത് പറയുന്ന വാച്ച്മാൻ, ഒരു വാച്ച്മാനാണ്. വലിയ വില എന്തില്ല.
മക്കൾ അങ്ങനെ. പണ്ടെല്ലാം ഉമ്മാനെ പേടിപ്പിച്ചത് വന്ന് എന്നെ പേടിപ്പിച്ചെങ്കിൽ കേൾക്കാൻ ആളുണ്ട് ഉമ്മാക്ക്. ആര്? ഈ മക്കളെല്ലാം ഉമ്മാവും ഓറെല്ലാം ഒന്ന്. വയസ്സായ ഉപ്പ മാത്രം ഒരു സൈഡിലൊരു മൂലയിൽ. ഇടയ്ക്കൊരാൾ പറഞ്ഞു, അയാളോട് ചൊല്ലിയാലോ ഉസ്താ ഏടുക്കങ്ങ് പോയി. അയാൾ കേൾക്കുന്നത് പണ്ട് അരമണിക്കൂർ ലേറ്റായെങ്കിൽ കത്തി പിടിച്ചിട്ട് കേട്ടോണ്ട ഏടുക്ക് പോയ ലേറ്റായ എൻ്റെ. ഇപ്പൊ ചെന്ന ഏടുക്കങ്ങ് പോയി 400 ചില്ലറ ഷുഗർ ഉണ്ട് ഇപ്പൊ അടക്ക് വന്നെ. പണ്ടേ ചെല്ലെങ്കിൽ